ഹലോ ഹായ് നമസ്കാരം. ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്ന കുറേ ആളുകളെ വളരെ ഇമോഷണലി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അത് മറ്റൊരു വീഡിയോയെക്കുറിച്ചാണ്. ആ വീഡിയോയിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ, അവർ അവഹേളിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കുറേ ചിന്തകൾ, ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കാമോ, ഇതിനെതിരെ റിയാക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അതിനെതിരെ റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് വീഡിയോയിൽ റിയാക്ട് ചെയ്താൽ മാത്രം പോരാ. ഇത് ആക്ച്വലി ഒരു സാമൂഹ്യ പ്രശ്നമാണ്, സാമൂഹ്യ ദ്രോഹമാണ് ഒരു സൈഡിൽ അവർ ആ വീഡിയോയിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഒരു പ്രോപ്പർ മെത്തേഡ് ഉണ്ട്. ആ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആ രീതിയിൽ റിയാക്ട് ചെയ്യാൻ നിങ്ങളെ കൂടി പ്രേരിപ്പിക്കുക, അത് അറിയാത്ത ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഷഫീന ബീവി എന്ന പേരുള്ള വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ ദയാ സുജിത്തിനെ കുറിച്ച് വന്ന വീഡിയോയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്ത ദിവസം തന്നെ കുറേ ആൾക്കാർ അയച്ചു തരുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഈ വീഡിയോ കാണുക എന്ന് പറയുന്നത് നമ്മളെ മാനസികമായി വളരെ മോശം അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ വീഡിയോ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ പനി പിടിച്ച് ഞാൻ കിടപ്പിലായിരുന്നു. എനിക്ക് ആ വീഡിയോ പ്ലേ ചെയ്തു. ഒരു പോയിന്റിനപ്പുറത്തേക്ക് എനിക്കത് കാണാൻ പറ്റിയില്ല. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അതവിടെ നിർത്തി മാറ്റി വെക്കുകയുണ്ടായി. പക്ഷേ ഉണ്ണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരുപാട് സ്ത്രീകളെ മാനസികമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവർ ഓരോരുത്തരും അയച്ച മെസ്സേജുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികളെ ഡീൽ ചെയ്ത് മുന്നോട്ടേക്ക് വരേണ്ടി വന്ന സ്ത്രീകൾ, നമ്മളൊക്കെ ഭൂരിപക്ഷം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമൂഹത്തിലുള്ള ഇത്തരം വ്യക്തികളെ ഡീൽ ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവരെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ച സമയത്ത് ആദ്യം ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ണിയോടും നമുക്ക് മെസ്സേജ് അയച്ച ഓരോ വ്യക്തികളോടും ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇവരുടെ വീഡിയോസ് കയറി നോക്കിയ സമയത്ത് ഒരു കോൺവെർസേഷന് പോസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത്രയും മോശമായ ഭാഷയിൽ തരം താണ രീതിയിലാണ് അവർ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തിയുമായിട്ടൊരു കോൺവെർസേഷൻ പോസിബിൾ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇതിനെ നേരിടാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നോക്കിയത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സൈബർ സെല്ലിൽ, ട്രിവാൻഡ്രം സൈബർ സെല്ലിൽ നിന്ന് നമ്മൾ പോയി അന്വേഷിച്ച സമയത്ത് നമുക്ക് അവരൊരു ഇമെയിൽ ID തരികയുണ്ടായി. പരാതി സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിൽ ബാധിക്കപ്പെട്ടു എന്ന് തോന്നുന്ന, നമുക്ക് തോന്നും ഇത് ദയാ സുജിത്തിനെ കുറിച്ച് അവർ പറഞ്ഞ കാര്യമല്ലേ, അത് ദയയുടെ പേഴ്സണൽ മാറ്റർ അല്ലേ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അല്ല, ഞാൻ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു. ഐം റിയലി സോറി. ഞാൻ ഇപ്പോൾ പറയുകയാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വെർബലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ഒക്കെ നിങ്ങൾ അബ്യൂസ് ചെയ്യപ്പെട്ട വ്യക്തികളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഇനി നിങ്ങൾ തുടർന്ന് കാണരുത്. ഇതിൽ അവരുപയോഗിച്ച കുറച്ച് വാക്കുകൾ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. ഞാനത് ആ പരാതിയിലും വ്യക്തമായി ബോധിപ്പിച്ചിട്ടുണ്ട്. ആ വാക്കുകളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അത് നിങ്ങളെ മെൻ്റലി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പ്ലീസ് ഇവിടെ കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനകത്തൊരു സാമൂഹിക വിഷയമുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ ഇതിനെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചത്. ദയ ഇതിനെ നിയമപരമായി നേരിടുമോ ഇല്ലയോ എന്നുള്ളത് ദയയുടെ മാത്രം പേഴ്സണൽ ചോയ്സാണ്. നമ്മൾ പറയും നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ നിയമപരമായി നേരിടണം എന്ന് പറയും. തീർച്ചയായും അങ്ങനെയാണ് വേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ നിലവിലുണ്ട്. പക്ഷേ ഒരു വ്യക്തി എനിക്ക് അവർ ദയയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ആ വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വൊമിറ്റ് ചെയ്യാനാണ് തോന്നിയത് ആ വീഡിയോ അവരുപയോഗിച്ച ചില വാക്കുകൾ കേട്ടിട്ട്. അപ്പോൾ ദയയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെങ്ങനെ ഈ വീഡിയോ, അവരായിക്കോട്ടെ അവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഇതിനകത്തേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എങ്ങനെ അവർ ഈ വീഡിയോ കണ്ടു തീർക്കും? അവർ മെൻ്റലി ഓക്കെ ആവുന്ന സമയത്ത് അവരിതിനെ നിയമപരമായി തന്നെ നേരിടട്ടെ. അങ്ങനെ അവർ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ പിന്തുണ അറിയിക്കുകയാണ്. ഞാൻ ഇതിനെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചതിൻ്റെ കാരണങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ. ഈ ഒരു കാര്യത്തിൽ നമ്മളിപ്പം ഒഫീഷ്യലി കംപ്ലയിൻറ്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. കുറേ ആളുകൾക്ക് ചിലപ്പോൾ തോന്നാം നമ്മൾ എന്തിനും ഇതിൽ ഒഫീഷ്യലി കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. ദയാ സുജിത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരാണല്ലോ കംപ്ലയിൻറ്റ് ചെയ്തത് ഫോർവേഡ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും കംപ്ലയിൻറ്റ് ചെയ്യണമെന്നാണ്. കാരണം ഇതിപ്പം ഈ ദയാ സുജിത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കും പ്രഥമ ദൃഷ്ടി ആലോചിച്ച് നോക്കുമ്പോൾ അവരാണല്ലോ ഇതിന് കംപ്ലയിൻ്റ് ആയിട്ട് ഫോർവേഡ് ആവേണ്ടത്. പക്ഷേ ഇത് ഒരുപാട് ആളുകളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു ജെൻഡറിൻ്റെ തന്നെ സ്വാതന്ത്ര്യത്തെ, അവരുടെ ജീവിത ശൈലിയെ, മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയൊക്കെ ചോദ്യം ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളെ ഏറ്റവും മോശം വാക്ക് ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഒരു വാലിഡേഷൻ കൊടുക്കുന്ന വീഡിയോ ആണ്. അതായത് നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ നിങ്ങളെ എനിക്ക് എന്തും വിളിക്കാം എന്ന് പറയുന്ന ഒരു സാമൂഹിക ചിന്തയെ നമ്മളിവിടെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിയമപരമായുള്ള നമ്മുടെ അവകാശങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി നമ്മുടെ നിയമപാലകർക്ക്
ശക്തമായി ഫീൽ ചെയ്യണമെങ്കിൽ തുടരെ പരാതികൾ ഉണ്ടാവേണ്ടതാണ്. അല്ലാതെ ഇപ്പം ശ്രുതി ഒരു പരാതി അയച്ചു, അല്ലെങ്കിൽ ദയ ഒരു പരാതി ആയിട്ട് ഫോർവേഡായി, അപ്പം അങ്ങനത്തെ കുറച്ച് പരാതികൾ പോരാ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പരമാവധി ആളുകളിൽ നിന്ന് കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യുമ്പോഴാണ് നിയമപാലകർക്ക് ഇതിലൊരു, ഇപ്പോൾ പലരും പറയുന്നത് കേൾക്കാറില്ലേ, സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് നടപടിയില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് നടപടിയില്ല. അവിടെ നമ്മൾ പരാതികളുമായി ഒരു ഫ്ലഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അവർക്ക് ആക്ച്വലി റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ മാനസികമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങളെ മാനസികമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീയുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തിനെയും ചോദ്യം ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പരാതിയായി ഉന്നയിക്കണം. അത് നിയമപരമായി പോലീസുകാരും സൈബർ സെല്ലുകാരും എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് അടുത്ത ഘട്ടമാണ്. നമ്മൾ പരാതിപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. ഇത് നിങ്ങളുടെ വിഷയമാണ്, നിങ്ങൾക്കിത് അത്രയും ബുദ്ധിമുട്ടാവുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ലൗഡായിട്ട് പറയണം. ഇപ്പം ഞങ്ങളോട് റിയാക്ട് ചെയ്യാൻ പറയുമ്പോൾ, ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകും. അതിൻ്റെ ഒരു സോഷ്യൽ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ അതിനെ നോക്കിക്കാണുക. പക്ഷേ അത് മാത്രം പോരാ, നടപടികൾ ഉണ്ടാവണം. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ പരമാവധി ആളുകളുടെ പരാതി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ആ പരാതിയുടെ മാതൃക എന്താ പറയുക, അത് നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തരണം എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെതിരെ നമ്മളുടെ ഒരു അവകാശം വിനിയോഗിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോമാറ്റ് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ സൈബർ സെല്ലിന് പരാതി അയക്കേണ്ട ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് കോൺടാക്ട് ചെയ്യണം. നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഞാൻ ഇന്നൊരു പരാതി അയക്കുന്നു, നാളെ ഞാനവിടെ ഫോൺ വിളിച്ച് അതിൻ്റെ സ്റ്റാറ്റസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ട്രിവാൻഡ്രത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ടും അവിടെ ചെന്ന് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. നാളെ തൊട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഫോമാറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് എന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു സംശയമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു ഫോമാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളോട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്ക് കടക്കാം. എനിക്കിവിടെ ആദ്യം സംസാരിക്കാനുള്ളത്, ഇവർ ഇതിനകത്ത് കുറേ ടേംസ് പറയുന്നുണ്ട്, ഫെമിനിസം, അത് ഇത്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദയ എന്ന് പറയുന്നത്, ദയയുടെ കൃത്യമായ പ്രായം എനിക്കറിയില്ല, പക്ഷേ അവർ ഒരു കുട്ടിയല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താശക്തിയുള്ള, കാഴ്ചപ്പാടുകളുള്ള, സ്വാതന്ത്ര്യങ്ങളുള്ള ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിലുള്ള എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളും ഉള്ളൊരു വ്യക്തിയാണ്. അവർ എങ്ങനെ ജീവിക്കണം, നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യാത്തിടത്തോളം കാലം ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ്. അവർക്കത് അറിയുകയും ചെയ്യാം. അതെ. അപ്പോൾ അവിടെ അവരെന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം അവരെ ചോദ്യം ചെയ്യാനോ ഒന്നും, നമ്മൾ ഈ മോറൽ പോലീസിങ് എന്ന് പറയുന്നത് ഒരുപാട് വ്യക്തികളുടെ ജീവിതം വഴിമുട്ടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് വ്യക്തികൾ സ്വന്തം ജീവൻ എടുക്കേണ്ടി വന്നിട്ടുള്ളൊരു കാര്യമാണ് മോറൽ പോലീസിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വേർഷനാണ് നമ്മളിവിടെ കാണുന്നതും. ഇവിടെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത് ദയയെ മാത്രമല്ല, ദയയുടെ അച്ഛനെയും അമ്മയും കൂടിയാണ്. എനിക്കിതിൽ ഇവർ സംസാരിക്കുമ്പോൾ ഒക്കെ ഇത് കാണാൻ ഞാനും കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർ ജീവിതത്തിൽ, അതായത് ആദ്യമായി ഒരു ജോലിക്ക് പോയത്, ആദ്യമായി വിദ്യാഭ്യാസം നേടിയത്, ആദ്യമായി വണ്ടി ഓടിച്ചതോ, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ വെല്ലുവിളിച്ച് ഇവർ ഓരോരുത്തരും നേടിയെടുത്ത സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ഇസ് ഗുഡ്. പക്ഷേ അന്ന് അവരെ എതിർത്തിരുന്നവരാരൊക്കെയാണോ അവർ ചെയ്യുന്നത് ഇനി അങ്ങോട്ട് എനിക്ക് ചെയ്യാൻ ലൈസൻസ് ഉണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. കാരണം അവരന്ന് സ്കൂളിൽ വിദ്യാഭ്യാസം ഇത്രയും നല്ല നിലയിൽ നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ജോലിക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ, അങ്ങനെ പെണ്ണുങ്ങളൊന്നും പോയിട്ട് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു യാഥാസ്ഥിതിക മനോഭാവത്തിനെ അന്ന് അവർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവരെ പല പേരുകളും ഇവർ ഈ വീഡിയോയിലിട്ട് വിളിച്ചു കൂവി പറഞ്ഞിട്ടുള്ള പല പേരുകളും അവരെയും വിളിച്ചിട്ടുണ്ടാവും. അവരെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിച്ച ഓരോ സ്ത്രീയും അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ആ വിളികൾ ഉന്നയിച്ച ആൾക്കാരുണ്ടല്ലോ, ആ യാഥാസ്ഥിതിക മനോഭാവം, ആ മനോഭാവം വെച്ചിട്ട് ഞങ്ങൾ നേടിയെടുത്തൊരു പുരോഗമനമുണ്ട്, ഇതവിടം വരെയാണ് ഇതിൻ്റെ പുരോഗമനം. അതിനപ്പുറത്തേക്ക് നിങ്ങളിവിടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. അതിനപ്പുറത്തേക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ അന്ന് വിളിച്ചത് മറ്റേ റാഗിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ സീനിയേഴ്സ് റാഗ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളവരെ റാഗ് ചെയ്യാനുള്ള അവകാശം, അത് നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു പോകുന്നതാണ്. അത് ബാക്കിയുള്ളവരോട് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ അനുഭവിച്ച അതേ സ്ട്രഗിൾ ബാക്കിയുള്ളവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വയം ഒന്ന് ചിന്തിക്കുക. തലമുറ മാറുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകളും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണവും ലോകം നമ്മളെ കാണുന്നതും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ സ്വാതന്ത്ര്യം നേടിയ ഇവരുടെ ഒരു പ്രൈം ടൈം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ, ഞാനതിനൊരു തമാശയായിട്ടോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. അവരത്രയും കഷ്ടപ്പെട്ട് നേടിയ സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുത്ത ആ ഒരു സമയമുണ്ട്. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് പുരോഗമനം. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇവർ ഈ വീഡിയോയിൽ ഞാൻ സൈബർ സെല്ലിന് പരാതി അയക്കുന്ന സമയത്ത് ടൈം സ്റ്റാമ്പ് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ ഒരു ഗതികേട് ആലോചിക്കുകയാണ്. ത്രൂ ഔട്ട് സാർ നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് ഞാനതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടൈം സ്റ്റാമ്പ് ചെയ്യുമ്പം ഓരോ സെക്കൻഡും ടൈം സ്റ്റാമ്പ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിൽ 41ാമത്തെ സെക്കൻഡ് മുതലാണ്
ടൈം സ്റ്റാമ്പ് ചെയ്ത് സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ 6:46 ആകുന്ന സെക്കൻഡിൽ, അതിന് മുൻപ് തൊട്ടേ ദയയുടെ അമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ജു പിള്ളയെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. പക്ഷേ 6:46 ആകുന്ന സെക്കൻഡിൽ ഇവർ സംസാരിക്കുന്നത് ദയയോടാണ്. വിവസ്ത്രയായി റോഡിൽ ചെന്ന് നിൽക്ക്, ആണുങ്ങൾ കയറി പിടിക്കട്ടെ, ദയയ്ക്ക് ആണുങ്ങൾ ശരീരത്തിൽ ഞെക്കണം, ഞെവിടണം, നീ ബസ്സിൽ കയറി നിൽക്കൂ, നിന്നെ എല്ലാ ആണുങ്ങളും തടവട്ടെ, നീ കാമപ്രാന്തിയാണ് എന്നൊക്കെയാണ് ഇവർ ദയയോട് പറയുന്നത്. ഒരു പെൺകുട്ടി അവളുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടോ അവളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടോ അവൾക്കിഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദയ ഫാഷൻ ഡിസൈനിങ് അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിച്ചു എന്നാണ്. ഐ എം സോറി ഇഫ് ഐ എം റോങ്, പക്ഷേ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായും അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായും ഒക്കെ പുതിയ സ്റ്റൈൽസ്, പുതിയ ഫാഷൻ ട്രെൻഡ്സ് ഒക്കെ പരീക്ഷിക്കുക, പുതിയ ഫാഷൻ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയെന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊഫഷൻ്റെയും കൂടെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അവരവരുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ അവർ പൊതുസ്ഥലത്ത് നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം പൊതുസ്ഥലത്ത് അവർ നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ബസ്സിൽ കയറി നിൽക്കുമ്പോൾ ആണുങ്ങൾ അവരുടെ ശരീരത്തിൽ പിടിക്കട്ടെ, അവരുടെ ശരീരത്തിൽ ഞെക്കട്ടെ, ഞെരിടട്ടെ, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. അതിൽ അവരുടെ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള കാര്യം പോലെ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വീട്ടിലെ കാര്യം അതും ഇതും നോക്കി ബസ്സിൽ കയറുമ്പോൾ അവന്മാർ നമ്മളെ കയറി പിടിക്കും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭീകരതയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭീകരത അവരനുഭവിക്കുമ്പോൾ മാത്രമേ ഭീകരതയാവുന്നുള്ളൂ. ബാക്കി ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നീ പോയി അനുഭവിക്കടി. കാരണം ഈ പെൺകുട്ടി ഈ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണ് ഇവരെ ബസ്സിൽ ആൾക്കാർ കയറി പിടിക്കുന്നതെന്ന് പറയുന്ന ഒരു നെഗറ്റീവാണ് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത്. ഇവർ ജോലിക്ക് പോയി ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇവർ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ദയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് മാത്രമല്ല, ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചെങ്കിൽ നിന്നെ ആണുങ്ങൾ കയറി പിടിക്കട്ടെ, നിന്നെ ആണുങ്ങൾ ഞെക്കട്ടെ, ഞെരിടട്ടെ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ റേപ്പിന് ആഹ്വാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സ്ത്രീ ഒരു വസ്ത്രം ധരിച്ചു, അവളുടെ ശരീരത്തിൽ നീ അവിടെ പോയി നിൽക്കൂ, ആണുങ്ങൾ കയറി പിടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിൽ കയറി പിടിക്കുന്നതിനെ വേറെ എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? 9:29 ആവുന്ന സമയത്ത് ഇവർ പറയുന്നത്, ഞാനിത് ടൈം സ്റ്റാമ്പ് ചെയ്ത് വെച്ചത് എനിക്ക് വിശദമായി പരാതി നൽകണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ആ സമയത്ത് ഇവർ പറയുന്നത്, ദയ പറയുന്നത് എൻ്റെ കയ്യിൽ ഇന്ന ശരീരഭാഗങ്ങളുണ്ട്, ഞാൻ റെഡിയാണ് എന്നാണ് ദയ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്. ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിനർത്ഥം അവൾ ആണുങ്ങളെ അവളെ ശാരീരികമായി ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നും, ഏതൊരാണ് വന്ന് ശരീരത്തിൽ കയറി പിടിച്ചാലും അത് എൻജോയ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ദയ എന്നുമാണ് ഇവരിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവരും ഡൽഹിയിൽ റേപ്പ് ചെയ്തിട്ടുള്ള റേപ്പിസ്റ്റുകളും ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം ആ റേപ്പിസ്റ്റ് പറഞ്ഞാൽ എന്താ അറിയോ, അവൾ 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഇരുട്ടായതിന് ശേഷം പുറത്തിറങ്ങി നടന്നു, അപ്പോൾ അവൾക്ക് ഇത് ആണുങ്ങൾ അവളെ കയറി പിടിക്കണം, അവളെ നോക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണെന്ന്. സെയിം കാര്യമാണ്. അതായത് ഇവർ ഈ സ്ത്രീകളെ മറ്റേ സിഗ്നൽ കൊടുക്കുന്ന ജീവികളായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു സമയം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ, നിങ്ങളൊരു പ്രത്യേക വസ്ത്രം ധരിച്ചാൽ, നിങ്ങളൊരു പ്രത്യേക നോട്ടം നോക്കിയാൽ, ഈവൻ നിങ്ങളൊന്ന് ചിരിച്ചാൽ, നിങ്ങളുടെ കണ്ണൊന്ന് വെട്ടി വേറൊരു പുരുഷനിലേക്ക് നോക്കിയാൽ നിങ്ങളിങ്ങനെ അവരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു പെണ്ണ് നിനക്ക് സിഗ്നൽ തന്നിരിക്കുകയാണെന്ന് ഒരു ആണിനെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി ഇവരനുഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്ന സമയത്തും ജോലി സ്ഥലത്തും ഒക്കെ ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഓരോ പുരുഷന്മാരും, ഈ ഓരോ പുരുഷന്മാരും ഇവർ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്കുള്ള റീസൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വസ്ത്രമാണ് അല്ലെങ്കിൽ ഈ സമയമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതേ പഠിപ്പിക്കൽ, ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നില്ല. അതിനുശേഷം ഇവർ പറയുന്നത്, ദയ ചെയ്യുന്നത് ഫാഷനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ദയ ചെയ്യുന്നത് വ്യഭിചാരമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ ഇന്ത്യയിൽ നിയമപ്രകാരം തെറ്റായിട്ടുള്ള ഒരു ജോലി ദയ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. നമ്മളിതിനെ നിയമത്തിൻ്റെ കണ്ണിൽ നോക്കി കാണേണ്ടത് ഇങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആർക്കും എന്തും വിളിച്ചു പറയാമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിവിടെ പറയുന്നത് പലതും ഇന്ത്യൻ നിയമപ്രകാരം തെറ്റാണ്. ഞാൻ പരാതി വായിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ സംസാരിക്കാം. അതിനുശേഷം അവർ സംസാരിക്കുന്നത് ദയയുടെ അച്ഛനെ കുറിച്ചാണ്. ഇതിനിടയ്ക്ക് ഇവർ പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർ പരാമർശിക്കുന്നുണ്ട്. ദയയെക്കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ലീഗലി സെപ്പറേറ്റഡ് ആകുന്ന സമയത്ത് ആ പെൺകുട്ടി അതിനെ ഡീൽ ചെയ്തൊരു രീതിയുണ്ട്, വളരെ മാതൃകാപരമായി. നമ്മൾ പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആകുമ്പോൾ എല്ലാ മക്കളും അതിനോട് ഒരേപോലെ റിയാക്ട് ചെയ്യാൻ മെൻ്റലി കേപ്പബിൾ ആയിരിക്കണം എന്നൊന്നുമല്ല. പക്ഷേ ആ പെൺകുട്ടി അതിനെ നേരിട്ട രീതി എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അച്ഛനും അമ്മയും ലീഗലി പിരിഞ്ഞു എന്നതിൻ്റെ അർത്ഥം അവർ ദയയ്ക്ക് ഇപ്പോഴും അച്ഛനും അമ്മയും അല്ല എന്നല്ല. അവർ
ആ പേരൻറ്റിങ് എന്ന് പറയുന്ന ജോലി വളരെ ഭംഗിയായി ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. അവരുടെ ചില നിലപാടുകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി വളരെ ബഹുമാനം തോന്നിയിട്ടുള്ള കാര്യമാണ്. അവർ ആ കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവരുടെ മാരീഡ് ലൈഫ് അവർ എൻഡ് ചെയ്യാൻ തീരുമാനിച്ച മൊമെൻറ്റിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്, അവരവരുടെ കുട്ടി എന്ന് പറയുന്നത് അവർ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് അവരുടെ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതോടുകൂടി അത് ആ കുട്ടിയെ മാനസികമായി ബാധിക്കാത്ത രീതിയിൽ അവളെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അച്ഛനെയും അമ്മയുമാണ് എനിക്ക് മഞ്ജു പിള്ളയിലും സുജിത്തിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു റെസ്പെക്റ്റ് അത് ദയയുടെ വീഡിയോസ് ആണെങ്കിലും ഞാൻ സ്ഥിരമായി കാണുന്ന വ്യക്തിയല്ല, പക്ഷെ ഞാൻ ദയയുടെ വീഡിയോസ് എനിക്കിഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത്, അവർ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ പല വീഡിയോസും കണ്ടിട്ടുമുണ്ട്. ആ ഒരു ക്വാളിറ്റി നമുക്ക് ദയയിലും കാണാൻ വേണ്ടി സാധിക്കും. ഇത് മറ്റേ സാധനമാണ്. പഴയ ആൾക്കാർ ഈ പിള്ളേർ ഇഷ്ടമല്ലാത്ത, അതായത് ഇത് കണ്ടു നിൽക്കുന്ന ആൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പിള്ളേർ ചെയ്ത് കഴിഞ്ഞാൽ വളർത്തു ദോഷം എന്ന് പറയില്ലേ, ആ സാധനമാണ്. അതിന് മുമ്പ് പണ്ടൊക്കെ ആണെങ്കിൽ ഈ മറ്റേ മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ വന്നിട്ട് ഗെടി പഴച്ചവളെ എന്നൊക്കെ വിളിക്കില്ലേ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ അപ്പൻ്റെ അമ്മയുടെയും മെക്കെട്ട് കയറിയിട്ട് വളർത്തു ദോഷം എന്ന് പറയാം. വാക്കുകൾ മാത്രം മാറുന്നുള്ളൂ, അതേ ചൊവ്വ, അതേ സംസാരം. സ്വന്തം അച്ഛൻ്റെ മുൻപിൽ തുണി ഉരിഞ്ഞു നിൽക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത് മകളോട്. അച്ഛൻ കാണട്ടെ മകൾക്ക് എന്തൊക്കെ അവയവങ്ങളാണ് ഉള്ളത് എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തുള്ള എല്ലാ അച്ഛന്മാരും സ്വന്തം മക്കളെ ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണേണ്ടി വന്നാൽ പോലും കാമം തോന്നുന്ന അച്ഛന്മാരൊന്നും അല്ല. സ്വന്തം മക്കളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന മാതാപിതാക്കളുള്ള നാട് തന്നെയാണ് നമ്മളുടേത്. പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിച്ചതുകൊണ്ട് സ്വന്തം അച്ഛൻ്റെ മുന്നിൽ ചെന്ന് വസ്ത്രം ഉരിഞ്ഞു നിൽക്കൂ എന്ന് നിങ്ങൾ പറയുന്നത്, പേരൻറ്റിങ് എന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനകത്ത് സ്വന്തം മക്കളുടെ നഗ്ന ശരീരം കാണുമ്പോൾ കാമം തോന്നുന്ന അച്ഛനമ്മമാരല്ല ഈ നാട്ടിലുള്ള എല്ലാവരും. ഇതും പഴയ സാധനം തന്നെ. അതായത് മകൾക്ക് വയസ്സറിയിച്ചു കഴിഞ്ഞാൽ, അതായത് മെൻസസ് ആയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അടുത്ത് പോകരുത്, അച്ഛൻ്റെ കൂടെ ഇരിക്കരുത്, അച്ഛനുമായിട്ട് അടുത്ത് ഇടപഴകരുത്. എന്താ അച്ഛൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാ അച്ഛന്മാരും പ്രായപൂർത്തിയായിട്ടുള്ള മകളുടെ ശരീരം കാണുമ്പോഴേക്കും കാമം കൊണ്ട് പൊങ്ങി വരുന്ന ജീവികളായിട്ട് അങ്ങനെ കാണല്ലേ. ഇവരതാണ് വീണ്ടും പഠിപ്പിക്കുന്നത്. അതായത് എന്തൊക്കെയാണോ മൺമറഞ്ഞു പോയത് നമ്മൾ അതിനപ്പുറത്തേക്ക് വളരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ തല ചെളിയിൽ പൂഴ്ത്തി വെക്കാൻ ശ്രമിക്കില്ലേ, അതാണ് ഈ വീഡിയോയിൽ വീണ്ടും സംഭവിക്കുന്നത്. അതിനുശേഷം ഇവർ പറയുന്നത്, ഇവർ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആഹ്വാനമാണ് ഇവരുടെ വീഡിയോയിലൂടെ നടത്തുന്നത്. ദയയ്ക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ അടിക്കണം, ദയെ തെരച്ചി വാലുകൊണ്ട് അടിക്കാനാണ് ഇവർ പറയുന്നത്. ഒരു പബ്ലിക്, എനിക്ക് തോന്നുന്നു മറ്റൊരു മീനില്ലേ, മീനിൻ്റെ വാല് ഭയങ്കര ശക്തിയുള്ള, അതായിരിക്കും. എന്തു തന്നെ ആയാലും സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന് ഒരു വ്യക്തി അവർ ധരിച്ച വസ്ത്രത്തിൻ്റെ പേരിൽ അവരുടെ മാതാപിതാക്കളെയും അവരെയും ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് തയ്യാറായി നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു നിയമമുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഇവിടെ പറയുന്നത്. നിയമമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ദയയുടെയും മഞ്ജു പിള്ളയുടെയും സുജിത്തിൻ്റെയും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഫിസിക്കലി അറ്റാക്ക് ചെയ്യില്ലായിരുന്നോ അവരെ? അതല്ലേ ഇവർ വീഡിയോയിലൂടെയും പറയുന്നത്. അതായത് നിങ്ങൾ പോയി അവരെ ശാരീരികമായി ഉപദ്രവിക്കൂ എന്നാണ് പറയുന്നത്. കുറേ ആൾക്കാരോട് പറയുന്നു ശാരീരികമായി പോയി അവളെ റേപ്പ് ചെയ്യാൻ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ബാക്കി ചിലരോട് ശാരീരികമായി പോയി അവളെയും അവളുടെ അച്ഛനമ്മമാരെയും അടിക്കാൻ വേണ്ടി പറയുന്നു. ഇതൊക്കെ നിയമപരമായി തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കാതെ വലിയ ആൾ കളിക്കാൻ വേണ്ടി നിന്നതാണെങ്കിൽ അത് നിയമപരമായി തെറ്റാണ്. നമ്മൾ പഴയ സാധനം തന്നെ, മറ്റേ ശരിയ നിയമം, സതി, ഇതൊക്കെ നിലനിന്നിരുന്ന ഏതോ ഒരു കാലത്ത് ഈ പ്രാകൃത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുന്ന കാലത്ത് ഇവിടുന്നാണ്. വരൂ ഇങ്ങോട്ട്, വെൽക്കം ടു 2026. ഇറ്റ്സ് എ ഗുഡ് ഇയർ. 13ാമത്തെ മിനിറ്റ് കഴിയുമ്പോൾ അവർ പറയുന്നത്, ഇങ്ങനെ കാണിക്കുന്നവരെ നടുറോഡിൽ കൊണ്ടുവന്ന് തുണിയില്ലാതെ നിർത്തണം, അതിനകത്ത് വരുന്ന ക്രൈം അങ്ങ് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അതായത് തുണിയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ നടക്കുന്ന ക്രൈം നമ്മുടെ നാട്ടിൽ ചില മനുഷ്യരെങ്കിലും, അതായത് ഇവിടെ നിയമമൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു തുണിയില്ലാതെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവരുദ്ദേശിക്കുന്ന ക്രൈം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ക്രൈം ഇവർ അനുഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. തുണിയില്ലാതെ ചെന്ന് നിന്ന് അവളെ ഒരാൾ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അവളെ റേപ്പ് ചെയ്യപ്പെടട്ടെ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ആ ക്രൈം അനുഭവിക്കട്ടെ. റേപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീയെക്കുറിച്ചാണ് നിങ്ങൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത, നിങ്ങളുടെ ഇത്രയും മോശപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സിനെ, ഒരാളെ ഫിസിക്കലി മെൻ്റലി അബ്യൂസ് ചെയ്യാൻ, അറ്റാക്ക് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ പറയുന്ന സമയത്ത് ഒരാളുടെ മാനസിക ശാരീരിക നിലയെ ഒട്ടും കൺസിഡർ ചെയ്യാതെ നിങ്ങൾ നടത്തുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇത് നിയമപരമായി തെറ്റാണ്. എനിക്ക്
ഏതെങ്കിലും തരത്തിൽ ഇതിനെ നിയമപരമായി നേരിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പ്ലീസ്, അതിന് നമ്മുടെ സപ്പോർട്ടൊന്നും ദയക്ക് ആവശ്യമായിട്ടുണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഒരു പബ്ലിക് സപ്പോർട്ട്, ഇങ്ങനെ നിയമത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്കെതിരെ ഒരു പോരാട്ടത്തിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് വി ആർ ഹാപ്പി ടു ഡു ദാറ്റ്. അത് നമ്മുടെ ഒരു കടമയാണ് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അങ്ങോട്ടേക്ക് നീലക്കുയിൽ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ വെളുപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. അതായത് ഈ അടുത്തും കൂടി എസ്തർ അനിൽ, സാനിയ അയ്യപ്പൻ തുടങ്ങിയ ഒരുപാട് സ്ത്രീകൾ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ടേക്ക് വരികയുണ്ടായി. അതായത് എങ്ങനെ വസ്ത്രം ധരിച്ചാലും ഇനി അതിനകത്തേക്ക് നമ്മളൊരു പർദ്ദയിട്ട് പോയാൽ പോലും അതിനിടയിൽ കൂടി വേണമെങ്കിലും ഈ പറയുന്ന തരത്തിൽ വൾഗറായിട്ട് ശരീരത്തെ ചിത്രീകരിക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ പകർത്തുന്ന, വീഡിയോസ് പകർത്തുന്ന നീലക്കുയിൽ പോലെയുള്ള മാധ്യമങ്ങൾ അത് അവരുടെ തെറ്റല്ല, അത് ഈ സ്ത്രീകളുടെ തെറ്റാണ്. കാരണം തെറ്റുകളെല്ലാം സ്ത്രീകളുടെ ആണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് പുരുഷന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീകൾ ആകർഷിക്കാൻ നടക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല, അവിടെയും പ്രശ്നക്കാരെന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. പിന്നീട് ദയെ പറയുന്നത് പബ്ലിക് ന്യൂയിസൻസ് എന്നാണ്. ആക്ച്വലി അല്ല പബ്ലിക് ന്യൂയിസൻസ്. നിയമപരമായി തെറ്റാണെന്ന് അറിയില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പബ്ലിക് ന്യൂയിസൻസ് ആയിട്ട് കരുതുന്നത്. റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യഭിചാരമാണെന്ന് പറയുക, കാമപ്രാന്താണെന്ന് പറയുക, അച്ഛനും അമ്മയെയും തല്ലണമെന്ന് പറയുക, സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ ഫിസിക്കലി ആക്രമിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക, ഇതിനെയൊക്കെയാണ് നമ്മൾ പബ്ലിക് ന്യൂയിസൻസ് എന്ന് പറയുന്നത്. ആൾക്കാരുടെ സ്വൈര്യ സമാധാന ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ പൊതുവെ വിളിക്കുന്നൊരു പേരാണത്. അങ്ങനെ നോക്കുമ്പോൾ വേറെ ആർക്കും കുഴപ്പമില്ലാതിരുന്ന ഒരു കാര്യത്തിനെ പൊക്കിക്കൊണ്ട് വന്ന് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെയും ബാക്കി സ്ത്രീകളുടെയും ഒക്കെ മനസമാധാനവും അവരുടെ സ്വൈര്യവും ഒക്കെ കെടുത്തുന്ന ആളാരാണെന്നുള്ളത് വിവരമുള്ള ആളുകൾക്ക് മനസ്സിലാവും. പിന്നീട് ഇവർ മറ്റൊരു സ്ത്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ആരായാലും ശരി, അവരുടെ മക്കൾ അവരെ കൊല്ലുമെന്ന് പറയുകയാണ് ഭാവിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയാണ് അവർക്ക് മക്കളുള്ളതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പറയുന്നത് അവരുടെ മക്കൾ ഈ സ്ത്രീ അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അവരെ ഫ്യൂച്ചറിൽ കൊല്ലുമെന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയ കുട്ടികൾ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഇതിനെക്കുറിച്ചൊക്കെ വല്ല വിവരവും ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ കൊച്ചുകുട്ടികൾ അവരുടെ സ്വന്തം അമ്മയെ ഭാവിയിൽ കൊല്ലുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ ഫ്യൂച്ചറിൽ കൊലയാളികളായി മാറുമെന്ന് ഇവർ പറയുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഇവർക്ക് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിട്ടൊന്നും അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവർ പറയുന്നത് ദിയയ്ക്ക് മാനസിക രോഗമാണ്, അതുകൊണ്ട് ദിയയുടെ പേരൻസ് ദിയയ്ക്ക് മരുന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരു വ്യക്തി, മറ്റൊരു വ്യക്തി അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അവർക്ക് സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടെന്ന് ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത തരത്തിൽ സംസാരിക്കുക, അതിന് മരുന്ന് കൊടുക്കണമെന്ന് സംസാരിക്കുക. എങ്ങനെയാണ് ഇവർക്കതിന് എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതിനിങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് പറയുന്നത് ഇതൊക്കെ നിയമപരമായി തെറ്റാണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ഇവരുമായിട്ടൊരു കോൺവെർസേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിവർ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, നമ്മൾക്കെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ സ്ത്രീകളാണല്ലോ ടാർഗറ്റ്. അപ്പം വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ തന്നെ എന്തെങ്കിലും രീതിയിൽ പ്രതികരണം വരികയാണെങ്കിൽ തീർച്ചയായും ഞാനും അതിനെ നിയമപരമായി തന്നെ നേരിടും. എനിക്ക് ഒരു ഉറപ്പുമില്ല ഈ സ്ത്രീ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളത്. കാരണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഇവർ ഈ ഒരൊറ്റ വീഡിയോയിൽ, എനിക്ക് ഇവരുടെ വേറെ ഏതൊക്കെയോ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു തന്നു. എൻ്റെ പൊന്നു മക്കളെ, ജഗദീഷ് ശ്രീകുമാർ പറയുന്ന പോലെ എൻ്റെ പൊന്നു മക്കളെ, എനിക്കതൊന്നും കാണാമോ. എനിക്കൊരൊറ്റ വീഡിയോയിൽ തന്നെ ഇത്രയും കൾച്ചർലെസ്സായിട്ട് സംസാരിക്കുന്ന, നമ്മുടെ നിയമത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്ന, യാതൊരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും കാണിക്കാത്ത ഒരു സ്ത്രീയുടെ മറ്റൊരു വീഡിയോ കൂടി കാണുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. പക്ഷെ ഞാനും കണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഇവരെ വിളിച്ചിട്ട്, എനിക്ക് ആ പെൺകുട്ടിയോടൊക്കെ ഭയങ്കര സഹതാപം തോന്നിപ്പോയി. ഇവരെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ അവരോട് ചോദിക്കുന്നു. അവർ തിരിച്ച് ഭയങ്കര വർത്തസി. നമുക്ക് ഒരു കാലിയായിട്ടുള്ള കുടത്തിൽ കല്ലിട്ടിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഇതിൽ നിന്ന് സൗണ്ട് വരരുതെന്ന് നമ്മൾ ആഗ്രഹിച്ച് എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ലോജിക്കില്ലാതെ, സാമാന്യ യുക്തിയില്ലാതെ സംസാരിക്കുന്ന ആളുകൾ ഭയങ്കര ലൗഡായിരിക്കും. നമ്മൾ അവരോടിപ്പോൾ എന്നെയും ഈ പല TV പ്രോഗ്രാമുകളിലൊക്കെ മറ്റേ ചർച്ചയ്ക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിക്കും പാനലിസ്റ്റുകൾ ആരൊക്കെയാണ്, പിന്നെ മോഡറേറ്റർ ആരാണ്. ഇത് രണ്ടും പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ കുറേ ഒച്ച ഉണ്ടാക്കുന്നവരുടെ നടുക്ക് പോയിരിക്കുകയാണ്. പരസ്പര ബഹുമാനം കൊടുത്ത് സംസാരിക്കാമെന്ന് പറയില്ലേ, അങ്ങനെ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഇവരെ വിളിച്ചിട്ട് ഉപദേശിക്കാൻ പോവാണ്. ആ കോൾ അതുപോലെ ഇവരെടുത്ത് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി
ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെയാണ് ആ ഓഡിയോ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ പെൺകുട്ടിക്ക് കേസിന് പോകാവുന്നതാണ്. അത് ആ പെൺകുട്ടിയുടെ ചോയ്സ്, അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത അവിടെയുണ്ട്. കാരണം നമ്മൾ പ്രൈവറ്റായി നടത്തിയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. രണ്ടുപേരുടെയും സമ്മതമില്ലാതെ അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഇവർക്കതില്ല, ഇവരിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ഇവർ പറയുന്ന ഓരോ ആരോപണങ്ങളും ഓരോ ചീത്ത വാക്കുകളും പറയുമ്പോൾ ഇതൊക്കെ ഇവരിനി കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോവാണ്. കാരണം ഇന്ന ഡ്രസ്സ് ഇടുന്നു എന്ന് പറയുമ്പോഴേക്കും മരുന്ന് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പുള്ളിക്കാരി അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ആദ്യമായി ഈ പഠിക്കാൻ പോകുന്നത്, ജോലിക്ക് പോകുന്നത് അവരാണെന്നൊക്കെ അതേ വീഡിയോയിൽ പറയുന്നുണ്ട്. അന്നങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള വേറെ പലരും പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ എന്തോ കുഴപ്പമാണ്, നീ എന്തെങ്കിലും മരുന്ന് കൊടുത്തൊന്ന് ശരിയാക്കാൻ നോക്കട്ടോ എന്ന് ആരെങ്കിലുമൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതേ കാര്യം അവർ ഇന്നും പറയാണ് പുതിയ ജനറേഷനോട്. അവരൊരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി. വി അപ്രിഷിയേറ്റ് ഇറ്റ്. ആ തുടക്കങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ സ്വാതന്ത്ര്യങ്ങളുടെ ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത്. അന്ന് അവർ അനുഭവിച്ചതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് ഇന്ന് കയറി വരാൻ ശ്രമിക്കുന്നവരെ അടിച്ചു താഴ്ത്താനുള്ളൊരു വടിയായിട്ട്, ഒരു ലൈസൻസായിട്ട് അവർ ഉപയോഗിക്കുന്നിടത്താണ് ഈ വീഡിയോ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത്. ഇതിനോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമം നേരിട്ട ഒരു പെൺകുട്ടി, ഇപ്പോൾ ആ പെൺകുട്ടി ജീവനോടെ ഇല്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും നിയമപരമായി തെറ്റാണ്. അപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് നിയമപരമായ തെറ്റുകൾ ഈ സ്ത്രീ നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ തിരുവനന്തപുരം സൈബർ ക്രൈം സെൽ ഓഫീസർക്ക് അയച്ച പരാതി ഞാൻ വായിക്കാം. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്രസ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തൻ്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷനല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ, ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ, പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിങ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തൻ്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയെയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛൻ്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്തു തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം, അതിൻ്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തുതന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചി വാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. അൺഫോർച്ചുനേറ്റ്ലി ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ.
പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ, ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, അബെറ്റ്മെന്റ്, ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ, അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ അപേക്ഷ: പ്രസ്തുത വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കണം. വീഡിയോയിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. ബാധിത വ്യക്തിയുടെ മാന്യതയും സുരക്ഷതയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ ഇതിനകത്ത് എവിഡൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയുടെ ലിങ്ക്, ചാനൽ പ്രൊഫൈൽ നെയിം കൊടുത്തിട്ടുണ്ട്, റെലവൻറ്റ് ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. ഇതിന് എന്താണ് ഒരു നടപടി എന്നുള്ളത്, അതിൻ്റെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് ദയ ഇതിനോട് ലീഗലി മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും അറിയണം. എനിക്ക് മെസ്സേജ് അയച്ച ഓരോ വ്യക്തിയോടും, ഇത് കാണുന്ന ഓരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് പല കാര്യങ്ങൾ കാണുമ്പോഴും റിയാക്ട് ചെയ്യണമെന്ന് തോന്നും. ഇത് റിയാക്ട് ചെയ്യപ്പെടേണ്ട, ലീഗലി റിയാക്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫോമാറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫോമാറ്റിൽ എഴുതി പരാതി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആർക്കെങ്കിലും ഫോമാറ്റ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാനത് നൽകുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കഴിയുന്നത്ര ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നൽകുന്നതാണ്. ഈ വീഡിയോയോട് എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക എന്നറിയില്ല. ഒരുപാട് തവണ പറഞ്ഞതാണ്, പക്ഷേ വീണ്ടും പറയുകയാണ്, നമുക്ക് അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്ന് പറയുന്നത് ശീലിച്ചിട്ടില്ലാത്ത കാര്യമാണ്. സത്യമായി പറയാലോ, ശീലിച്ചിട്ടില്ലാത്ത കാര്യമാണ്. നമ്മൾ പല ആൾക്കാരോടും നമ്മൾക്ക് യോജിപ്പുകളുണ്ടാവും, വിയോജിപ്പുകളുണ്ടാവും. അത് നമ്മൾ പ്രകടിപ്പിക്കും. നമ്മൾ ഈ ചാനലിലൂടെ തന്നെ എത്രയോ വ്യക്തികളോട് നമ്മൾ വിയോജിപ്പ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനോട്, അവരുടെ പ്രവർത്തികളോടൊക്കെയുള്ള വിയോജിപ്പുകൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു മാന്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു അതിർവരമ്പ് കടന്നു പോകാതിരിക്കുക എന്നത് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ സോഷ്യൽ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ നമ്മളത് നമ്മളോടും മറ്റുള്ളവരോടും കാണിക്കേണ്ട ഒരു മര്യാദയാണ്. അത് കാണിച്ചിട്ടില്ലാത്ത, അതൊരിക്കലും കാണിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയോടാണ് ഈ വീഡിയോയിലൂടെ സംവദിക്കേണ്ടി വരുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെ വരുമെന്നറിയില്ല, അവരേത് തരത്തിൽ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ വന്നാലും അതിനെ നിയമപരമായി നേരിടാൻ ഞാൻ വക്കീലിനോട് സംസാരിച്ച് ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, അതിനെങ്ങനെ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു കാര്യത്തിൽ തന്നെ അതിനെ നിയമപരമായി നേരിടുമെന്ന് അറിയിച്ചു കൊള്ളുകയാണ്. ദയയോട് പറയാനുള്ളത്, ചിലർക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, ചിലരെ വളരെ അത് നമുക്ക് മാനസികമായി അവരെ ഏത് ലെവലിൽ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തവണ്ണം മാനസികമായി ബാധിക്കപ്പെട്ട് തളർന്നു പോകുന്ന പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. ഇവിടെ ഇത് സ്ത്രീകൾക്കെതിരെ ആയതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്, അല്ലാതെ പുരുഷന്മാരെല്ലാവരും സ്ട്രോങ് ആണ് എന്നുള്ള തരത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ആരെയും മാനസികമായി ബാധിക്കപ്പെടാൻ, അങ്ങേയറ്റം ബാധിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു വിഷയമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള വ്യക്തികളെ നിയമപരമായി നേരിടാം. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ചെയ്യാം, സംസാരിക്കാം, ചർച്ച ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ വ്യക്തികളും ഒന്നും ഇത് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ പറ്റുന്നൊരു മാനസികാവസ്ഥയിലുള്ളതായിരിക്കില്ല. ഞാനും അല്ലായിരുന്നു. ഇത് ഷൂട്ട് ചെയ്യുന്ന ഈ മൊമെൻറ്റ് വരെ, ഇതിൻ്റെ കുറച്ച് തൊട്ട് മുന്നേ ഉള്ളൊരു നിമിഷം വരെ ഞാനും അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യണമല്ലോ. ആ ഒരു ഉത്തരവാദിത്വ ബോധം ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഉണ്ണിയോട് പറഞ്ഞത്, ഞാൻ ആദ്യം ഒരു പരാതി സബ്മിറ്റ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള സാമൂഹിക ദ്രോഹം ചെയ്യുന്ന വ്യക്തികളെ നേരിട്ട് പബ്ലിക്, അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പബ്ലിക് ന്യൂസൻസിനെ നേരിട്ടിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്കും നമ്മൾ ഇവരെ നേരിടേണ്ടി വരും. ഇവർക്ക് അങ്ങനെ ഒരു വംശനാശം സംഭവിക്കുന്ന ജീവികളൊന്നുമല്ല ഇവർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയും നേരിടേണ്ടി വരും, നമുക്ക് നേരിടാം. ഈ മൊമെൻറ്റിൽ ഇപ്പോൾ അത്രേ മാത്രമേ പറയാനുള്ളൂ. അത് നേരിടേണ്ടി വരുന്ന ഓരോ മനുഷ്യനും പ്രതികരിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കാത്ത തരത്തിൽ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കരുത്ത് കാണിക്കുക എന്നുള്ളതല്ല,
നമുക്കൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് അറിയുമ്പോഴേ നമ്മൾ കരുത്ത് കാണിക്കണം, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ഇതിനൊരു പ്രിപ്പറേഷനായിട്ട് കാണാവുന്നതാണ്. ഒരുപാട് ശബ്ദം ഉണ്ടാകുമ്പോഴാണ് അത് വലിയൊരു ശബ്ദമായിട്ട് തോന്നുക. എനിക്ക് ഏറ്റവും വലിയ ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കിയാൽ ആരോ ഒരാൾ എന്നായിരിക്കും. പക്ഷേ ഒരുപാട് ചെറിയ ശബ്ദമുള്ള ആൾക്കാർ ഒരുമിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയ ശബ്ദമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി ആൾക്കാർ കൈയടിക്കുന്നത് കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കയ്യടികൾ ഉണ്ടാവട്ടെ, ആ കയ്യടികളുടെ എണ്ണം കൂടട്ടെ, അങ്ങനെ ഇതൊരു ലൗഡ് നോയ്സ് ആയിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.